നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റിൽ ഉയർന്ന പിണറായി വിജയന്റെ കൂറ്റൻ കട്ടൌട്ട് വലിച്ചു കീറി ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കട്ടൌട്ടും തള്ളി വന്ന സർക്കാർ ജീവനക്കാരെയും പറപ്പിച്ചിട്ടുണ്ട്. പിണറായി കൂട്ടത്തിന് കരണം പുകയുന്ന അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കോടതി ഉത്തരവിന് പുല്ല് വില കൊടുത്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയെ സുഖിപ്പിക്കാൻ വേണ്ടി കട്ടൌട്ട് വെച്ചത്. കോടതിക്ക് മുകളിൽ കയറി കളിക്കുന്നോ എന്ന് പൊട്ടിത്തെറിക്കുകയാണ് ദേവൻ രാമചന്ദ്രൻ. CPM-കാരുടെ അഹന്തയ്ക്ക് വടിവെട്ടിയ ദേവൻ രാമചന്ദ്രന് കയ്യടി. ഇന്ദ്രനെയും ചന്ദ്രനെയും ഭയമില്ലാത്ത പിണറായി രാജാവിന് ദേവൻ രാമചന്ദ്രനെ കണ്ടാൽ ഓടും. സെക്രട്ടേറിയറ്റിൽ നടന്ന സുവർണ ജൂബിലിയോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയെ ഒന്ന് കിളത്താൻ വേണ്ടി കുമ്മിയടി ടീംസ് ഒരു പാട്ടും ഒക്കെ സെറ്റ് ചെയ്ത് വന്നിരുന്നല്ലോ. അതിന്റെ കൂട്ടത്തിൽ പിണറായി വിജയന്റെ കൂറ്റൻ കട്ടൌട്ടൊക്കെ സെക്രട്ടേറിയറ്റിൽ സ്ഥാപിച്ചിരുന്നല്ലോ. ഇത് ഹൈക്കോടതി ഉത്തരവിന്റെ നഗ്നമായ ലംഘനമായിരുന്നു. ഇത് പണിയാകും എന്ന് കണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ ഒടുവിൽ നഗരസഭാ ജീവനക്കാർ എത്തി ഈ കട്ടൌട്ട് എടുത്തുകൊണ്ടു പോകുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ദേവൻ രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിക്കുന്നത് അമ്പരപ്പിക്കുന്നുവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അനധികൃത ബോർഡുകളും ഫ്ലക്സുകളും നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ പരാമർശം. തിരുവനന്തപുരത്ത് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ കൂറ്റൻ ഫ്ലെക്സും മുഖ്യമന്ത്രിയുടെ കട്ടൌട്ടും സ്ഥാപിച്ച വിഷയത്തിലായിരുന്നു ദേവൻ രാമചന്ദ്രൻ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചത്. ഇത്തരം ഒരു ഉത്തരവ് ഉണ്ടെന്നറിഞ്ഞിട്ടും അനധികൃതമായി ഫ്ലെക്സും ബോർഡും സ്ഥാപിക്കാൻ തുനിഞ്ഞു എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ പ്രസിഡന്റ് അഡീഷണൽ സെക്രട്ടറി പദവി വഹിക്കുന്നയാളാണ്. ഇത് അമ്പരപ്പിക്കുന്നു. ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ സർക്കാർ ഉത്തരവുകൾ ലംഘിച്ചാൽ അവിടെ അരാജകത്വമായിരിക്കും ഉണ്ടാകുക. അസോസിയേഷൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് റിപ്പോർട്ടിനെ തുടർന്ന് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കുന്നംകുളം നഗരസഭ അധ്യക്ഷയ്ക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന സൂചനയും കോടതി നൽകി. രാജിവെക്കണോ കോടതി അലക്ഷ്യം നേരിടണോ എന്ന് അധ്യക്ഷയ്ക്ക് തീരുമാനിക്കാമെന്ന് കോടതി വാക്കാൽ പറഞ്ഞു. കോടതി അലക്ഷ്യത്തിന് പുറമെ കള്ളം പറഞ്ഞുവെന്നും തെളിഞ്ഞിരിക്കുകയാണ്. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അഭിഭാഷകൻ ഹാജരാകണമെന്നും ബാക്കി നടപടികളിലേക്ക് അപ്പോൾ കടക്കാമെന്നും കോടതി വ്യക്തമാക്കി. അനധികൃത ബോർഡുകളും ഫ്ലെക്സുകളും നീക്കം ചെയ്യാനുള്ള കോടതിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെ കുന്നംകുളം നഗരസഭാ സെക്രട്ടറി ഇത് നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് കൗൺസിലർമാർ രംഗത്തു വന്നു. പിന്നാലെ സർവകക്ഷി യോഗം വിളിച്ച് തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കാമെന്ന് വ്യക്തമാക്കി ബോർഡുകൾ മാറ്റുന്നത് ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കാൻ നൽകിയ കത്താണ് ചെയർപേഴ്സണ് കുരുക്കായത്. കോടതി ഉത്തരവ് നടപ്പാക്കുന്നത് മാറ്റിവെക്കാൻ കത്ത് നൽകിയ നഗരസഭാ അധ്യക്ഷയുടെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് കാട്ടി ഹൈക്കോടതിയിൽ ഹർജിയെത്തി. ഇതാണ് കോടതി പരിഗണിച്ചത്. എന്നാൽ കോടതിയിൽ നൽകിയ വിശദീകരണത്തിൽ താൻ ഇത്തരമൊരു ഉത്തരവുള്ളതായി അറിഞ്ഞിരുന്നില്ല എന്ന് അധ്യക്ഷ പറഞ്ഞിട്ടുള്ളതും കോടതി ചോദ്യം ചെയ്യുകയായിരുന്നു. ശക്തമായ രീതിയിൽ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു ദേവൻ രാമചന്ദ്രൻ. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും CPM-ഉം ദേവൻ രാമചന്ദ്രനും തമ്മിൽ പല തവണ ഉടക്കിയിട്ടുള്ളതാണ്. പിണറായി വിജയനെ നിർത്തി പൊരിച്ചിട്ടുമുണ്ട് ഇതിനു മുൻപ് ദേവൻ രാമചന്ദ്രൻ. കേരളത്തിൽ പലയിടത്തായി ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പൊട്ടി വീണും അതിന്റെ കയറ് കഴുത്തിൽ കുരുങ്ങിയും പല അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെയും പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ദേവൻ രാമചന്ദ്രൻ സംസാരിച്ചിട്ടുള്ളത്. ഒരു പാർട്ടി പരിപാടിയോ സമ്മേളനമോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയുടെ പരിപാടി പോലും വന്നാൽ നാട് മുഴുവൻ കട്ടൌട്ടും ഫ്ലെക്സും വെക്കലാണ് രാഷ്ട്രീയക്കാരുടെ രീതി. അതിൽ ഒരു പടി മുന്നിലുള്ളതാകട്ടെ ഈ CPM ആണ്. കണ്ടെടുത്തെല്ലാം കൊണ്ടുപോയി നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഒക്കെ ഫ്ലെക്സ് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കും എന്നുള്ള ഒരു ധാർഷ്ട്യവും അഹങ്കാരവുമാണ് CPM-കാർക്ക്. അതിനെ മാറ്റാൻ ആരെങ്കിലും, അതിനെ നീക്കം ചെയ്യണമെന്ന് ആരെങ്കിലും വ്യക്തമാക്കിയാലും ആരടാ ഞങ്ങളുടെ മുഖ്യന്റെ ഫ്ലെക്സ് മാറ്റണം എന്ന് പറയുന്നത്, തല്ലും കൊല്ലും എന്നുള്ള ഭീഷണികളായിരിക്കും പിന്നീട് ഉയർത്തുന്നത്. ഹൈക്കോടതി ഉത്തരവാണ് ഫ്ലെക്സുകളും ഇത്തരത്തിലുള്ള കട്ടൌട്ടുകളും വെക്കരുത് എന്നുള്ളത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ടാണ് CPM-ന്റെ ഈ അഹങ്കാരം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദേവൻ രാമചന്ദ്രന്റെ വായിൽ കയറി ഇറങ്ങേണ്ടി വന്നതും. ഇതാദ്യമായിട്ടൊന്നുമല്ല ദേവൻ രാമചന്ദ്രനും പിണറായി വിജയനും കൊമ്പുകോർക്കുന്നത്. സർക്കാരിന്റെ അഴിമതികൾക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ പൊട്ടിത്തെറിക്കാറുണ്ട് ദേവൻ രാമചന്ദ്രൻ. റോഡ് തോടായി കിടക്കുന്നതിൽ മരുമകൻ മന്ത്രിയെ ഇടയ്ക്കിടെ കുടയാറുണ്ട്.
ഇതുകൂടാതെ പിണറായി വിജയന്റെ ഊരുതണ്ടൽ പരിപാടിയായ നവകേരള സദസ്സിന്റെ പേരിൽ അതിരുവിട്ട പ്രവർത്തനങ്ങൾ നടന്നപ്പോഴും ദേവൻ രാമചന്ദ്രൻ അതിനെ ചോദ്യം ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു സ്കൂൾ കുട്ടികളെ വെയിലത്തിറക്കി നിർത്തി രാഷ്ട്രീയം കളിച്ചു എന്ന് ദേവൻ രാമചന്ദ്രൻ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചത്. വലിയ പ്രതിഷേധം മുറുകി നിൽക്കുമ്പോൾ ദേവൻ രാമചന്ദ്രനും എടുത്തിട്ട് കുടയുകയായിരുന്നു. ഇരട്ടച്ചങ്കൻ എന്ന അടിമകൾ വാഴ്ത്തിപ്പാടുന്ന പിണറായി ദേവൻ രാമചന്ദ്രന് മുന്നിൽ പൂച്ചക്കുട്ടിയാണ്. ഇരുവരും കൊമ്പ് കോർത്തപ്പോഴൊക്കെ പിണറായിക്ക് മുട്ടൻ പണികളാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഫ്ലെക്സ് വിഷയത്തിലും ഇതിനു മുൻപ് പിണറായി വിജയനും ദേവൻ രാമചന്ദ്രനും കൊമ്പ് കോർത്തിട്ടുണ്ട്. പിണറായി വിജയനെ കൂസാത്ത ജഡ്ജിയാണ് അദ്ദേഹം. CPM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് പാതയോരങ്ങളിൽ കൊടിതോരണങ്ങൾ കെട്ടിയതിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു CPM-നെ വെല്ലുവിളിച്ച് ദേവൻ രാമചന്ദ്രൻ ഒരു വേള രംഗത്ത് വന്നിരുന്നു. ഇത് വലിയ പോരിലേക്ക് പിന്നീട് വഴി തുറക്കുകയായിരുന്നു. CPM സൈബർ വെട്ടുകിളിക്കൂട്ടം അദ്ദേഹത്തെ സൈബർ ഇടത്തിൽ വേട്ടയാടി. എന്നാൽ അതിന് പുല്ലുവില പോലും അദ്ദേഹം കൊടുത്തില്ല. പിന്നീട് പിണറായി വിജയൻ തന്നെ പൊതുമധ്യത്തിൽ ദേവൻ രാമചന്ദ്രനെ വെല്ലുവിളിച്ചു. ചെങ്കൊടി കാണുമ്പോൾ ഹാലിളകുന്നത് മാടമ്പിത്തരമാണെന്നും മാടമ്പിമാരെ എങ്ങനെയാണ് നേരിട്ടത് എന്ന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും പിണറായി പറഞ്ഞു. ചെങ്കൊടി ഏന്തിയവരാണ് ഈ നാട്ടിലെ ഭരണാധികാരികളായി വന്നത്. ആ ചെങ്കൊടിയോട് ഇപ്പോഴും ചിലർക്ക് വല്ലാത്ത അലർജിയാണ്. അവിടെ കൊടി കാണുന്നു, ഇവിടെ കൊടി കാണുന്നു എന്നൊക്കെ വല്ലാത്ത ചോദ്യങ്ങൾ ചിലർ ചോദിക്കുന്നതായി കാണുന്നു. അവരോടൊന്നേ പറയാനുള്ളൂ, ഇത് പണ്ട് മാടമ്പിമാർ പലരും ചോദിച്ചതാണ്. ആ മാടമ്പിമാർക്ക് ഉത്തരം കൊടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. ആ മാടമ്പിമാരുടെ ഏതെങ്കിലും തരത്തിലുള്ള താങ്ങും തണലും കൊണ്ട് വളർന്നു വന്ന പ്രസ്ഥാനമല്ല ഇത്. അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചോപ്പ് കാണുമ്പോൾ ഹാലിളകുന്ന കാളയുടെ അവസ്ഥയിലേക്ക് മാറുന്നത് ഗുണകരമല്ല എന്നത് അത്തരം ആളുകളും ശക്തികളും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇതായിരുന്നു പിണറായി വിജയൻ ദേവൻ രാമചന്ദ്രനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. ആ ബെസ്റ്റ് ആരാണ് ഈ ഡയലോഗ് അടിച്ചതെന്ന് കൂടി ഒന്ന് നോക്കണം. കേരളത്തിലെ ഏകാധിപതി മാടമ്പിത്തരം കാണിക്കുന്നതേ പിണറായി വിജയനാണ്. എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ദേവൻ രാമചന്ദ്രനെയാണ് മാടമ്പി എന്നൊക്കെ വിളിച്ചത്. മാടമ്പിമാരുടെ താങ്ങും തണലും കൊണ്ടല്ല, കോർപ്പറേറ്റുകളുടെ കാല് നക്കിയാണ് പിണറായി വിജയൻ ഇവിടം വരെ എത്തിയത് എന്ന് CPM-നുള്ളിൽ തന്നെ പലരും പാത്തും പതുങ്ങിയും പറയുന്നുണ്ട്. പിണറായിയുടെ ഈ വെല്ലുവിളികൾക്കും പുല്ലുവില പോലും ദേവൻ രാമചന്ദ്രൻ കൊടുക്കാറില്ല. ഇപ്പോൾ വീണ്ടും ഫ്ലെക്സ് വിഷയത്തിൽ ഒന്നുകൂടി കൊമ്പ് കോർത്തിരിക്കുകയാണ് ഇരുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.